ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ പറയാം, മഹാദേവന്റെ ഒരു രൂപമാണ് അർദ്ധനാരീശ്വരൻ എന്നും പറഞ്ഞിട്ട്. അതായത് പാതി പുരുഷനും പാതി സ്ത്രീ ആയിരിക്കും. അതിന് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അതായത് ഭഗവാന്റെ വലതുവശത്ത് ഭഗവാനും ഇടതുവശത്ത് പാർവതി ദേവിയായിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അതായത് രണ്ട് മനസ്സും ഒരു ശരീരമായിട്ട് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. സോ ഒരു മനസ്സും ഒരു ശരീരമായിട്ട് ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു അർദ്ധനാരീശ്വരൻ എന്നുള്ളത്. ഇതിന് പല പല ഐതിഹ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പോ ആണ് പെൺവേഷം കിട്ടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ഉത്സവമാണ് നമ്മുടെ ഇന്നസെന്റ് സിനിമയിലത്തെ പാട്ടിലൂടെ പ്രസിദ്ധമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര ഭഗവതി ടെമ്പിൾ ഇല്ലേ. അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ചമയവിളക്ക്. അതിന്റെ ഐതിഹ്യം എന്താണ്, അതിന്റെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? പശുവിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൺപിള്ളേര് കാട്ടിലോട്ട് പോയി. അപ്പൊ അവിടെ വെച്ച് ഒരു കല്ലുമ്മേല് ഇവര് തേങ്ങ എറിഞ്ഞു പൊട്ടിച്ച്. അപ്പൊ ആ കല്ലുമ്മേന്ന് ചോര വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഭയങ്കര പേടിയൊക്കെ ആയി. അപ്പം അവര് അതിനെ പൂജിക്കാൻ തുടങ്ങി. പക്ഷെ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മാത്രമേ പൂജിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടിട്ടാണ് എന്നിട്ട് ആ ആൺപിള്ളേര് പെൺവേഷം കെട്ടി ആ കല്ലിനെ പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതാണ് കൊറ്റംകുളങ്ങര ഭഗവതി ടെമ്പിൾ. ഓക്കെ, ഇനി ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയാം. ട്രാൻസ്ജെൻഡേഴ്സ് നമുക്ക് പല ടൈപ്പും ഉണ്ട്. കാരണം ആണ് പെണ്ണായിട്ടുള്ളവരുണ്ട്, പെണ്ണ് ആണായിട്ടുള്ളവരുണ്ട്. പക്ഷെ ഈ പെണ്ണാണായിട്ടുള്ളത് നമ്മൾ റയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പൊതുവേ ഇവര് നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ കൊറ്റംകുളങ്ങര അമ്പലത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ടെമ്പിൾ അല്ല കേട്ടോ. നമ്മൾ നോർമലി ഉള്ള ആണുങ്ങളായിക്കോട്ടെ ആൺപിള്ളേരായിക്കോട്ടെ, അപ്പൊ അവര് നമ്മൾ എന്തെങ്കിലും നേരുവാണ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? പെൺവേഷം കെട്ടിയിട്ട് അവിടെ പോയി വിളക്കെടുക്കും. ഓക്കെ, അപ്പം ട്രാൻസ്ജെൻഡറിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവർക്കും അവരോട് ഭയങ്കര പുച്ഛമാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾക്ക് മര്യാദ ആണാണെങ്കിൽ ആണായിട്ടും പെണ്ണാണെങ്കിൽ പെണ്ണായിട്ടും ജീവിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ജനിക്കുമ്പോൾ ഡോക്ടർ അവരുടെ ഒരു ഇത് പറയും, ആണാണോ പെണ്ണാണോ എന്ന് പറയും. പക്ഷെ അവർ ജീവിച്ച് തുടങ്ങി പോകെ പോകെ അവരുടെ ആ ഒരു ഐഡന്റിറ്റി എന്താണെന്ന് അവരുടെ മനസ്സിലോട്ട് കയറി വരുന്നതാണ് ഇല്ലേ. പക്ഷേ അവരുടെ ഒരു ഐഡന്റിറ്റി വരുവാണ്. ഇപ്പം ആണാണ് ട്രാൻസ്ജെൻഡർ ഇതായിട്ടാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളോടായിരിക്കും അവർക്ക് കൂടുതൽ ഇടപഴകാനും എക്കത്തിനും താല്പര്യം കൂടുതൽ. അങ്ങനെ അവർ സ്വന്തമായിട്ട് റിയലൈസ് ചെയ്യുവാണ് അവരുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത്. സോ അത് വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോൾ അടി കിട്ടും എന്നൊക്കെ പേടിച്ചിട്ട് ആരും പറയാറില്ല. ദെൻ പിന്നെ അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കാണാണ്ട് അവരുടെ സാരി എടുത്തു കൊടുക്കുക, പൊട്ട് തൊടുക, മേക്കപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടുകാരോട് പറഞ്ഞ് അവർക്ക് നാണക്കേടാണ്. പൊതുസമൂഹം എങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവര് ഒന്നില്ലെങ്കിൽ നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കാൻ പറയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തല്ലു കൊടുക്കുകയും ഇറങ്ങി പോകാൻ പറയും ഒക്കെ ചെയ്യും. അപ്പൊ ഇവര് പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരും അങ്ങനെ ജോലിയൊന്നും കൊടുക്കത്തില്ല ഇല്ലേ. അങ്ങനെ അവർ നാട് വിട്ട് കഴിയും. എന്താണ് സെക്ഷലി ഹറാസ്മെന്റ് അവർ ഫേസ് ചെയ്യേണ്ടി വരും, സെക്ഷലി അബ്യൂസ് അവർ നേരിടേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ പിള്ളേരുടെ ഭാവി തന്നെ പോകുന്നത്. അവർ സെക്സ് വർക്കിലോട്ട് തിരിയുന്നത് അങ്ങനെയൊക്കെ. പിന്നെ നമ്മളിവിടെ ലോക്കൽ ട്രെയിനിലും പിന്നെ മെയിൻ ട്രെയിനിലും ഒക്കെ കാണാറുണ്ട്. അക്ക വന്നു എന്നും പറഞ്ഞിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ പൈസ ചോദിക്കുന്നതൊക്കെ. പക്ഷെ എൻ്റെ അടുത്ത് വന്നാൽ
ഞാൻ കൊടുക്കാറൊന്നുമില്ല. കാരണം അങ്ങനെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് മേടിച്ച് പൈസ കൊണ്ടുപോകണം, അതായത് അവർക്ക് വേറെ ആരോഗ്യത്തിനൊന്നൊരു കുഴപ്പമില്ല, അങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ബട്ട് വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന കുറേ ട്രാൻസ്ജെൻഡേഴ്സിലുള്ള ആളുകളുണ്ട്. സോ അവർ ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റേഡിയോ ജോക്കീസ് ആയിരിക്കാം, അങ്ങനെ അതായത് വലിയ വലിയ ഇതിലോട്ട് നിൽക്കുന്നത്. അതായത് ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ അവർ ജോലി എടുത്ത് എന്താ പറയുക അവരുടെ സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ടോപ്പ് സർജറി ആയിക്കോട്ടെ, ബോട്ടം ആയിക്കോട്ടെ, അപ്പം അതൊക്കെ അവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്രയും റിസ്ക് എടുത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അവരത്രയും സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് മറ്റുള്ളവരും കൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം നമുക്കൊക്കെ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. പക്ഷെ ഒരു ജനനേന്ദ്രിയം വരെ മാറ്റി അവരെ ആഗ്രഹിച്ച പോലെ അവർക്ക് ആവാൻ വേണ്ടിയിട്ട് അവരെന്തോരം റിസ്ക് എടുത്ത് എന്തോരം പൈസ മുടക്കി അതിന് വേണ്ടിയിട്ട് അവര് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള അവരുടെ ഇമോഷൻസ് ആണ്. സ്വന്തം ഐഡന്റിറ്റി കണ്ടെത്താൻ അല്ലെങ്കിൽ സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പോരാട്ടം തന്നെയാണ് അത്. കാരണം ഒരാണായിട്ട് ജനിച്ച ആളുകൾക്കും പെണ്ണായിട്ട് ജനിച്ച ആളുകൾക്കും അവരെ കാണുമ്പോൾ എന്താ പറയുക ഒരു തമാശ ഇട്ടോ അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. ബട്ട് അതാണ് അതിൻ്റെ റിയാലിറ്റി. പക്ഷെ അവരുടെ കണ്ണിൽ നമ്മളെ നല്ല രീതിക്കാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിൽ പെട്ടിട്ടുള്ള ഒരാൾ, ട്രാൻസ്വുമൺ ആയിട്ടുള്ള ഒരാൾ ഒരു പാവപ്പെട്ട കുട്ടിക്ക് കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് വന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. പക്ഷെ അവരെ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാനായിട്ടുള്ള മെന്റാലിറ്റി നമുക്കാണ് ഇല്ലാത്തത്. ഇപ്പോൾ പറഞ്ഞില്ലേ ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന എന്താ പറയുക മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, വുമൺസ് ആണെന്ന്. സോ നമ്മുടെ ആക്ട്രസ്മാരെയൊക്കെ ഒരുക്കുന്നതൊക്കെ അവരാണ്. പിന്നെ ഈ ട്രാൻസ് വുമൻസിനെ കണ്ടിട്ടുണ്ടോ, ഒരു സ്ത്രീ എങ്ങനെയാണോ നടക്കേണ്ടത് ആ ഒരു രീതിക്ക് തന്നെ പക്കയായിട്ട് എന്നാ അങ്ങനെ അതായത് പെൺപിള്ളേര് പോലും അങ്ങനെ ഒന്നും നടക്കില്ല. നല്ല ഒട്ടിച്ചു വെച്ച പോലെ ബ്ലൗസ്, സാരി, അതേപോലെ ഹെയർ ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പം എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുന്ന ഒരാളാണ്. ഇപ്പം എല്ലാ ഇൻ്റർവ്യൂസും ഞാൻ കാണും. കാരണം എന്താ പറയുക, എനിക്ക് അവരെ പേഴ്സണലി എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പൈസ ചോദിച്ച് ട്രെയിനിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ എനിക്കിഷ്ടമല്ല. പക്ഷേ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അവരുടെ രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനോട് അങ്ങനെ അത്ര എതിരായിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ. ദെൻ അവരെ എന്താ പറയാ, പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ് ഇവരുടെ ബോഡി എങ്ങനെ ആയിരിക്കും എന്നറിയാനായിട്ട്. നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നത്? അവര് നമ്മളുടെ കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളും അവരുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, അവരുടെ ബോഡി എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അവരെ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്തി അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ നാളെ നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ആർക്കും വന്നുകൂടായിക എന്നൊന്നുമില്ല. അപ്പോൾ ഇവര് തന്നെ സർജറി ചെയ്തവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ പെട്ടിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആണാണെങ്കിൽ ആണായിട്ടും പെണ്ണാണെങ്കിൽ പെണ്ണായിട്ടുള്ള ഒരു ലൈഫ് തരണേന്നാണ്. അപ്പൊ അവരങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവരെന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. പലർക്കും അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം കുറച്ച് നാൾ മുന്നേ ഒരു എന്താ പറയുക ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയുക ഒരു പെൺകുട്ടി ബോട്ടം സർജറി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ചെയ്തു. അവരത് നശിപ്പിച്ച് ഇതായിട്ട് കളഞ്ഞു. എന്നിട്ട് അത് സൂയിസൈഡ് ചെയ്തായിരുന്നു. നമ്മുടെ എറണാകുളത്ത് നടന്ന സംഭവമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഭയങ്കര സംഭവമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. സോ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ജീവിക്കാൻ കൊതി ഉണ്ടായിട്ടും ആ ഹോസ്പിറ്റലുകാരുടെ ആ ഒരു തെറ്റ് കാരണം ആ പെണ്ണ് ആ ട്രാൻസ് വുമൺ അത് സൂയിസൈഡ് ചെയ്തു. അപ്പോൾ
എന്താ പറയാ, അപ്പൊ ഇതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. സോ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഇപ്പൊ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് അവരുടേതായിട്ടുള്ള കാർഡുകളും ഇപ്പം തിരിച്ചറിയൽ കാർഡുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സർജറി ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളും കാര്യങ്ങളും അതും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, എനിക്ക് പേഴ്സണലി ട്രാൻസ്ജെൻഡേഴ്സിന് ഇഷ്ടമാണ്. എന്താ പറയാ, മഹാദേവന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടിയിട്ടുള്ളതാണ് അവർക്ക് എന്നാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അവർ ഈ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ വരാണ്ട് ഫീമെയിലായിട്ടോ മെയിലായിട്ടോ ജനിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.